ഫ്രഞ്ചുകാരനായ മുകുന്ദൻ മലയാളിയായി ഇന്ത്യക്കാരനായി. ഞാൻ ജനിച്ചത് ഫ്രഞ്ചുകാരനായിട്ടാണ് കേട്ടോ, അതാർക്കും അറിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ലോകം ചെറുതായി വരികയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പൗരത്വങ്ങൾ ഒരു പൗരത്വമല്ല, പലർക്കും ചിലപ്പോൾ പല പൗരത്വങ്ങളും ഉണ്ടാവും. അങ്ങനെയാണ് കാലം മാറുന്നത്, ലോകം മാറുന്നത്. അതുപോലെ തന്നെ നമുക്കിനി ഒരു രാജ്യമല്ല, പല രാജ്യങ്ങളും ഉണ്ടാവും. ഇതുവരെ ഇപ്പം നമ്മൾ ചോദിക്കും മലയാളിയുടെ രാജ്യം ഏതാണ്, അപ്പം നമ്മൾ പറയും കേരളമാണെന്ന്. ഇനി അങ്ങനെ പറയാൻ കഴിയില്ല. എത്ര ലക്ഷക്കണക്കിന് മലയാളികളാണ് ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്നത്, ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും. ഇവിടെയൊക്കെ എത്ര ആയിരക്കണക്കിന് മലയാളികളുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് മലയാളികളുടെ നാട് കേരളമാണെന്ന് പറയാൻ കഴിയില്ല. മലയാളികൾ ജീവിക്കുന്ന ഒരുപാട് കേരളങ്ങൾ ലോകത്തിലുണ്ട്. ഞാൻ ജനിച്ചത് ഫ്രഞ്ചുകാരനായിട്ടാണ് കേട്ടോ, അതാർക്കും അറിയില്ല. ഞാൻ മാഹിക്കാരനല്ല. അപ്പം ഞാനവിടെയുള്ള കാലത്ത് ഞങ്ങൾ ഫ്രാൻസിലായിരുന്നു, ഫ്രാൻസിൻ്റെ ഭാഗമായിരുന്നു മാഹി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഫ്രഞ്ചുകാരാണ് ഭരിച്ചത്. ഫ്രഞ്ച് സ്കൂളുകൾ, ഇപ്പം എല്ലാവരും ഫ്രഞ്ച് പറയും. അങ്ങനെയുള്ള സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും ഫ്രഞ്ചുകാരായിരുന്നു. 1956 മാഹിക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഫ്രഞ്ചുകാർ ഞങ്ങളോട് പറഞ്ഞു, ഈ നാട്ടുകാരോട്, നിങ്ങൾക്ക് ഒരു ചോയ്സ് ഉണ്ട്, നിങ്ങൾ യെസ് എന്ന് പറയുക അല്ലെ നോ എന്ന് പറയുക എന്നുള്ളതാണ്. യെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രഞ്ചുകാരായിട്ട് തുടരും, ഫ്രഞ്ച് പൗരന്മാരായിട്ട്. നോ എന്ന് പറഞ്ഞാൽ തീർന്നു കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ, അമ്മ, അച്ഛന് 7 മക്കളുണ്ട്, ഞങ്ങളൊക്കെ ഫ്രഞ്ചുകാരായിരുന്നു. അപ്പം അച്ഛൻ ദേശീയവാദിയായിരുന്നതുകൊണ്ട്, കോൺഗ്രസ്സുകാരനൊക്കെ ആയിരുന്നു, ദേശീയവാദിയായിരുന്നതുകൊണ്ട് അച്ഛൻ അന്ന് അങ്ങനെ യെസ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രഞ്ച് പൗരത്വം തുടരാൻ പറ്റില്ല. അതുകൊണ്ട് അർദ്ധരാത്രി 12 മണിക്ക് അച്ഛനിങ്ങനെ നോ എന്ന് പറഞ്ഞതുകൊണ്ട് അർദ്ധരാത്രി 12 മണിക്ക് ഞങ്ങളൊക്കെ, അച്ഛനും അച്ഛൻ്റെ 7 മക്കളും അച്ഛൻ്റെ അമ്മയും അച്ഛൻ്റെ സഹോദരി, ഞങ്ങളൊക്കെ ഇന്ത്യക്കാരായി മാറി അവിടെ രാത്രി 12 മണിക്ക്.